സിദ്ധാർത്ഥിന്റെ കറുത്ത SUV തറവാടിന്റെ പടി കടന്ന് വന്നു നിന്നപ്പോൾ വല്ലാത്തൊരു നിശബ്ദത ആ പ്രദേശം മുഴുവൻ വിഴങ്ങിയിരുന്നു. വാഹനത്തിന്റെ എഞ്ചിൻ നിലച്ചപ്പോൾ കേട്ടത് പുറത്തെ തോരാത്ത മഴയുടെ ഇരമ്പൽ മാത്രമാണ്. സിദ്ധാർത്ഥൻ സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചിരുന്നു. അവന്റെ നോട്ടം വിൻഷീൽഡിന് പുറത്തെ ഇരുട്ടിലേക്കായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ നടന്നത് എന്ന് സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. ഒരൊറ്റ നിമിഷത്തെ ആവേശം, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ രക്ഷിക്കുവാനുള്ള ആ തന്ത്രം, അത് തന്നെ എവിടെ എത്തിക്കുമെന്ന് അവന് നിശ്ചയമില്ല. അവൻ പതുക്കെ മായയുടെ നേരെ തിരിഞ്ഞു. സീറ്റ് ബെൽറ്റിൽ കൈകൾ അമർത്തി പിടിച്ച് ശ്വാസം വിടാൻ പോലും മറന്നതുപോലെ അവൾ ഇരിക്കുന്നു. അവളുടെ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. ഇറങ്ങൂ. സിദ്ധാർത്ഥിന്റെ സ്വരം കടുപ്പമുള്ളതായിരുന്നു. അതിൽ ഒരിത്തിരി പോലും സ്നേഹത്തിന്റെ അംശമുണ്ടായിരുന്നില്ല. മായ പതുക്കെ വാതിൽ തുറന്നു. തണുത്ത കാറ്റും മഴത്തുള്ളികളും അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറി. ആ തറവാടിന്റെ വീടിന്റെ ഉമ്മറത്തെ വിളക്കുകൾ തെളിഞ്ഞു നിന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോ രൂപവും തനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ കാത്തു നിൽക്കുന്നവരാണ് എന്ന അവൾക്ക് തോന്നി. സിദ്ധാർത്ഥൻ മുന്നിൽ നടന്നു. മായ അവന്റെ നിഴൽ പോലെ പിന്നാലെയും. ഉമ്മറത്ത് സിദ്ധാർത്ഥന്റെ അമ്മ ഭവാനിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പൂജാപാത്രം താഴെ വീണതിന്റെ ഒച്ച കേട്ടാണ് മറ്റുള്ളവർ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അമ്മേ, സിദ്ധാർത്ഥൻ വിളിച്ചു. ഭവാനിയമ്മ മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥന്റെ പിന്നിൽ നിൽക്കുന്ന മായിലായിരുന്നു അവരുടെ കണ്ണുകൾ. ആ നാട്ടിലെ അറിയപ്പെടുന്ന വേശ്യയുടെ മകൾ, ആ തറവാടിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചിരുന്ന അമ്മയ്ക്ക് അതൊരു വലിയ പ്രഹരമായിരുന്നു. നീ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സിദ്ധാർത്ഥ. ഭവാനിയമ്മയുടെ സ്വരം വിറച്ചു. നിനക്ക് വേണ്ടി ഞങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നീ ആ തല മണ്ണിൽ ചവിട്ടി താഴ്ത്തി. അമ്മേ, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അവളെ അവിടെ വിട്ടിട്ട് വരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സിദ്ധാർത്ഥൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. സാഹചര്യമോ അതോ നിന്റെ രാഷ്ട്രീയ മോഹമോ? സിദ്ധാർത്ഥന്റെ അമ്മാവൻ കേശവൻ മുന്നോട്ട് വന്നു. ഇവളെ ഭാര്യയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് ബാങ്ക് കൂടുമെന്ന് നീ കരുതിയിട്ടുണ്ടാവും. പക്ഷേ ഈ കുടുംബത്തിന് നീ വരുത്തിവെച്ച കളങ്കം എങ്ങനെ മായ്ക്കും? ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളുടെ കണ്ണുകളിൽ പരിഹാസവും പുച്ഛവുമായിരുന്നു. മായയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ തോന്നി. താൻ ഒരു വസ്തുവിനെ പോലെ അവിടെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കരു. മായ ഒന്ന് നിശ്വസിച്ചു. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥൻ പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ഇനി അങ്ങോട്ടൊരു പോക്കില്ല. നീ എൻ്റെ ഭാര്യയാണ്. അത് ഈ ലോകത്തിന് മുന്നിൽ ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. ആ വാക്ക് സിദ്ധാർത്ഥൻ തിരുത്തില്ല. അവൻ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. ആ പിടിയിൽ അവളുടെ മാംസം നീറി. അകത്തേക്ക് കയറ, അവൻ ഗർജിച്ചു. ഭവാനിയമ്മ തടയാൻ നോക്കിയെങ്കിലും സിദ്ധാർത്ഥന്റെ ആക്രോശത്തിന് മുന്നിൽ അവർ തളർന്നുപോയി. സിദ്ധാർത്ഥൻ മായയെയും വലിച്ച് തന്റെ മുറിയിലേക്ക് നടന്നു. അകത്തെ ഇടനാഴിയിൽ തറവാട്ടിലെ മറ്റ് സ്ത്രീകളുടെ കുശുകുശുപ്പുകൾ അവൾക്ക് കേൾക്കാമായിരുന്നു. മുറിക്കുള്ളിലെത്തിയ ഉടനെ സിദ്ധാർത്ഥൻ അവളെ തറയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് വാതിൽ ശക്തിയായി അടച്ച് കുറ്റിയിട്ടു. ഇതാണ് നിന്റെ ലോകം. ഇവിടെ നീ എങ്ങനെ കഴിയണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്റെ അമ്മയുടെയും നിന്റെയും പിന്നിലുള്ള ആ ശത്രുക്കൾക്ക് എന്റെ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ കഴിയില്ല. പക്ഷെ ഓർത്തു വെച്ചോ, ഓരോ നിമിഷവും നീ അനുഭവിപ്പിക്കും. സിദ്ധാർത്ഥൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. മായ തറയിലിരുന്നു, വിങ്ങിപ്പൊട്ടി. സിദ്ധാർത്ഥൻ ആ മുറിയിലെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്തു മഴ ശക്തിപ്പെടുകയാണ്. തന്റെ ശത്രുക്കൾ ഇപ്പോൾ എന്താലോചിക്കുകയായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് സിദ്ധാർത്ഥൻ രാഷ്ട്രീയ എതിരാളിയായ രാഘവൻ തന്റെ സഹായികളെ വിളിച്ചുകൂട്ടി. സിദ്ധാർത്ഥൻ വലിയൊരു കളിയാണ് കളിച്ചത്. പക്ഷെ അവൻ ഒരു കാര്യം മറന്നു. വിവാഹം കഴിഞ്ഞാൽ മാത്രം പോരാ, ആ പെണ്ണിനെ അവൻ സംരക്ഷിക്കണം. ആ ഗസ്റ്റ് ഹൗസിൽ തീരാത്തത് ഈ തറവാട്ടിൽ വെച്ച് നമുക്ക് തീർക്കണം. അവളെ ഇല്ലാതാക്കിയാൽ സിദ്ധാർത്ഥന്റെ ആദർശം വെറും ചീട്ടുകൊട്ടാരം പോലെ തകരും. രാത്രിയുടെ ഇരുട്ടിൽ ഭയാനകമായ ഒരു പദ്ധതി അവിടെ ഉരുത്തിരിയുകയായിരുന്നു.
ആ കനത്ത തടിവാതിൽ സിദ്ധാർത്ഥൻ അകത്തുനിന്ന് കുറ്റിയിട്ടപ്പോൾ ഉണ്ടായ ശബ്ദം ആ മുറിയുടെ നിശബ്ദതയെ ഭയാനകമായി കീറി മുറിച്ചു. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന മായയെ നോക്കാതെ അവൻ ജനലിനടുത്തേക്ക് നടന്നു. പുറത്തു മഴയുടെ ഇരമ്പൽ ഒരു വന്യമായ സംഗീതം പോലെ മുഴങ്ങുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ ഉള്ളിൽ ഒരു മഴയേക്കാൾ വലിയൊരു പ്രളയം ഇരമ്പി മറിയുകയായിരുന്നു. അവന്റെ രാഷ്ട്രീയ ഭാവി, വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ, എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരുന്നു. അവൻ പതുക്കെ തിരിഞ്ഞു. മുറിയിലെ മങ്ങിയ വിളക്കിന്റെ വെളിച്ചത്തിൽ അവന്റെ നിഴൽ ചുവരിൽ ഒരു ഭീമനെ പോലെ തെളിഞ്ഞു കണ്ടു. മായ ഭയത്തോടെ മുറിയുടെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. അവളുടെ ഹൃദയമിടിപ്പ് മുറിക്കുള്ളിലെ നിശബ്ദതയിൽ അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. ഇവിടെ നോക്കടി! സിദ്ധാർത്ഥിന്റെ ഗർജനം ആ മുറിയെ പ്രകമ്പനം കൊള്ളിച്ചു. മായ ഞെട്ടിപ്പോയി. അവളുടെ വിരലുകൾ പരസ്പരം കോർത്തുപിടിച്ച് അവൾ വിറച്ചു. സിദ്ധാർത്ഥൻ ഒരു വേട്ട മൃഗത്തെ പോലെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ അവളുടെ മുടിയിൽ ബലമായി കുത്തിപ്പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തി. വേദന കൊണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ചാടി. എന്നെ നാണം കെടുത്താൻ നിനക്ക് എത്ര കിട്ടിയടി? നിന്റെ അമ്മയും നിന്റെ കൂടെയുള്ള രാഷ്ട്രീയ കുരങ്ങന്മാരും കൂടി മെനഞ്ഞ ഈ നാടകത്തിൽ നീ എന്നെ വീഴ്ത്തിയെന്ന് കരുതുന്നുണ്ടോ? അവന്റെ ശബ്ദത്തിൽ പുച്ഛവും പകയും ഒരേപോലെ കലർന്നിരുന്നു. സിദ്ധാർത്ഥനെ തൊട്ടവർ ആരും ഈ മണ്ണിൽ സമാധാനത്തോട് ഉറങ്ങിയിട്ടില്ല. നിന്നെ ഈ മുറിയിലേക്ക് ഞാൻ കയറ്റിയത് നീ ഈ തറവാട്ടിലെ മരുമകളായി സുഖമായി വാഴാനാണെന്ന് കരുതിയോ? അവൻ അവളുടെ തല ശക്തിയായി പുറകിലെ ചുവരിലേക്ക് തള്ളി. തല ഭിത്തിയിൽ തട്ടിയ ആഘാതത്തിൽ മായയുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് കയറി. അവൾ വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും പുറത്തേക്കൊരു നിലവിളി പോലും വരാത്ത വിധം അവളുടെ തൊണ്ട മരവിച്ചു പോയിരുന്നു. താലി കെട്ടിച്ചപ്പോൾ നിന്റെ മുഖത്തൊരു ഗൂഢമായ സന്തോഷം കണ്ടല്ലോ. നിന്നെ പോലെ ഉള്ളവൾക്ക് ഇതൊരു ലോട്ടറി ആയിരിക്കും. ഒരു നാട് മുഴുവൻ ആരാധിക്കുന്ന യുവ നേതാവിനെ തന്നെ താലി കെട്ടാൻ കിട്ടിയല്ലോ. പക്ഷെ ഓർത്തോ, അവൻ അവളുടെ കാതോരം വന്ന് ആ തണുത്ത സ്വരത്തിൽ അവളോട് പറഞ്ഞു, ഈ താലി നിന്റെ കഴുത്തിലെ മംഗല്യസൂത്രമല്ല, പകരം നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ഒരു കുടുക്കാണ്. നീ ചെയ്ത ചതിക്ക് ഓരോ നിമിഷവും നീ ഇതിന് വില നൽകേണ്ടി വരും. സിദ്ധാർത്ഥൻ മേശപ്പുറത്തിരുന്ന മദ്യക്കുപ്പി കയ്യിലെടുത്തു. അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗ്ലാസ് ഉപയോഗിക്കാൻ പോലും നിൽക്കാതെ അവൻ കുപ്പിയിൽ നിന്നും നേരിട്ട് മദ്യം ഇറക്കി. ലഹരി തലയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവന്റെ കണ്ണുകൾ ചോര നിറമായി മാറി. ദേഷ്യം തീരാതെ അവൻ ആ കുപ്പി തറയിലേക്ക് എറിഞ്ഞുടച്ചു. ചില്ലുകൾ ചിതറി മായയുടെ കാലുകൾക്ക് തൊട്ടടുത്ത് തന്നെ വന്നു വീണു. ഒരു ചെറിയ ചില്ല് കഷ്ണം അവളുടെ കാലിൽ തട്ടി ചോര പൊടിഞ്ഞു. പക്ഷെ സിദ്ധാർത്ഥൻ അത് കണ്ട ഭാവം നടിച്ചില്ല. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖമുണ്ടല്ലോ, ഇത് കണ്ട് വീഴാൻ ഞാൻ നിന്റെ ഇടപാടുകാരനല്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതം ഈ ചെളിയിൽ മുക്കി. ജനങ്ങൾക്കിടയിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ ബഹുമാനവും നീ നശിപ്പിച്ചു. ഈ നിമിഷം നിന്നെ ഇവിടെ വെച്ച് കൊന്നു തള്ളാനാണ് എനിക്ക് തോന്നുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് വീണ്ടും ആഞ്ഞു വന്നു. അവളുടെ കഴുത്തിന് നേരെ അവന്റെ കൈകൾ നീണ്ടു. സിദ്ധാർത്ഥന്റെ വിരലുകൾ അവളുടെ തൊണ്ടയിൽ മുറുകിയപ്പോൾ മായ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവളുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചു. അവൾ അവന്റെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കരുത്തിന് മുന്നിൽ അവൾ ഒന്നുമല്ലായിരുന്നു. കൊല്ലില്ല ഞാൻ, അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ വിടില്ല. അവൻ അവളുടെ കഴുത്തിലെ പിടിവിട്ടു. അവൾ തറയിലേക്ക് തകർന്നു വീണു. ഓരോ ദിവസവും നീ നരകിക്കണം. എൻ്റെ അമ്മ നിന്നെ വെറുക്കുന്നത് നീ കണ്ടില്ലേ? ഈ നാട്ടുകാർ നിന്നെ കാണുമ്പോൾ നിന്റെ മുഖത്ത് തുപ്പുന്നത് നീ അറിയണം. നീ അനുഭവിക്കാൻ പോകുന്ന നരകം ഈ രാത്രിയിൽ തുടങ്ങുകയാണ്. സിദ്ധാർത്ഥൻ അവളുടെ കൈകളിൽ പിടിച്ച് കട്ടിലിന് താഴെ തറയിലേക്ക് തള്ളിയിട്ടു. കട്ടിലിൽ കിടക്കാൻ മോഹിക്കേണ്ട. ഈ തറവാട്ടിലെ കട്ടിലിൽ കിടക്കാൻ മാത്രം യോഗ്യത നിനക്കില്ല. അവിടെ ആ ചില്ലുകൾക്കിടയിൽ കിടന്ന് നരകിക്ക്. അവൻ മുറിയിലെ ലൈറ്റുകൾ ആക്രോശത്തോടെ അണച്ചു. പുറത്തെ ഇടിമിന്നലിന്റെ വെളിച്ചം മാത്രം ഇടയ്ക്കിടെ ജനലിലൂടെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ സിദ്ധാർത്ഥിന്റെ മുഖം ഒരു പിശാചിൻ്റേതുപോലെ ഭീകരമായി തോന്നി. അവൻ കട്ടിലിൽ ചെന്ന് കിടന്നു. മായ ആ ഇരുട്ടിൽ ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലുകൾക്കിടയിൽ തറയിലിരുന്ന് നിശബ്ദമായി തേങ്ങി. വിങ്ങിക്കരയുമ്പോൾ ശബ്ദം പുറത്തു കേൾക്കാമെന്ന പേടിയിൽ അവൾ തൻ്റെ വായ പൊത്തിപ്പിടിച്ചു. തൻ്റെ ജീവിതം ഇന്നത്തോടെ അവസാനിച്ചു എന്ന് അവൾക്ക് ബോധ്യമായി. പുറത്തു മഴയുടെ ശമനമില്ലാത്ത ശബ്ദം മാത്രം ആ തറവാടിനെ പൊതിഞ്ഞു നിന്നു. ഇരുട്ടിൽ സിദ്ധാർത്ഥന്റെ ശ്വാസോച്ഛ്വാസം ഒരു വേട്ടമൃഗത്തിൻ്റേതുപോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. തറയിലിരുന്ന് നിശബ്ദമായി തേങ്ങുന്ന മായയുടെ ഓരോ ചലനവും അവൻ സസൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ട്. മദ്യത്തിന്റെ ലഹരി അവനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നില്ല. പകരം അവന്റെ ഉള്ളിലെ പകയെ അത് കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റിയിരുന്നു. അവൻ കട്ടിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. ആ വലിയ മുറിയിലെ ഇരുട്ടിൽ അവന്റെ ഉയരമുള്ള നിഴൽ മായയ്ക്ക് മുകളിലേക്ക് ഒരു വലിയ കരുനിഴലായി പടർന്നു.
അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ചില്ല കഷ്ണങ്ങൾ അവൻ്റെ ചെരുപ്പിനടിയിൽ കിടന്ന് പൊട്ടുന്ന ശബ്ദം കേട്ട് മായ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി. പക്ഷെ പുറകിൽ തണുത്ത കരിങ്കൽ ഭിത്തിയായിരുന്നു. അവൾക്കിനി മാറാൻ ഒരിടവുമില്ല. തൻ്റെ ജീവിതം ഈ ചുവരുകൾക്കുള്ളിൽ അവസാനിക്കാൻ പോവുകയാണോ എന്ന് അവൾ ഭീതിയോടെ ചിന്തിച്ചു. സത്യം പറയടി. അവൻ്റെ സ്വരം താഴ്ന്നതായിരുന്നു. എന്നാൽ അത് ആ മുറിയിലെ തണുപ്പിനേക്കാൾ ഭീകരമായിരുന്നു. അവൻ കുനിഞ്ഞ് അവളുടെ മുഖത്തിന് തൊട്ടടുത്ത് വന്ന് നിന്നു. അവൻ്റെ കണ്ണുകളിലെ ആ തീക്ഷ്ണത ഇരുട്ടിലും അവൾക്ക് കാണാമായിരുന്നു. സിദ്ധാർത്ഥൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പോക്കറ്റ് കത്തി പുറത്തെടുത്തു. അതിൻ്റെ മൂർച്ചയുള്ള വശം അവളുടെ വിറയ്ക്കുന്ന കവിളിലൂടെ പതുക്കെ ചലിപ്പിച്ചു. ലോഹത്തിൻ്റെ ആ തണുപ്പ് ശരീരത്തിൽ തട്ടിയപ്പോൾ അവൾ പേടിച്ച് കണ്ണുകൾ അടച്ചു. അടിക്കാനും ഉപദ്രവിക്കാനും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നീ ചെയ്ത് ഈ ചതിക്ക് അതൊന്നും പകരമാകില്ല. ആരാണ് നിന്നെ അയച്ചത്? ആ ഗസ്റ്റ് ഹൗസിൽ നീ എത്തിയത് വെറും ഒരു യാദൃശ്ചികതയല്ല എന്ന് എനിക്കറിയാം. എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ നിനക്ക് എത്രയാണ് തന്നത്? പ്രതാപനാണോ അതോ രാഘവനാണോ ഇതിന് പിന്നിൽ? മായയുടെ വിറയിൽ കൂടി വന്നു. ആരും എന്നെ അയച്ചതല്ല സർ. സത്യമായിട്ടും അവർ എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ പ്രാണനും കൊണ്ട് ഓടി വന്നതാണ്. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. കള്ളം! സിദ്ധാർത്ഥൻ അലറി. അവൻ ആ കത്തി അവളുടെ കഴുത്തിന് തൊട്ടടുത്ത് ഭിത്തിയിൽ ആഴ്ത്തി. ആ ശബ്ദം കേട്ട് മായ വിങ്ങിപ്പൊട്ടി. നിന്റെ ഈ കരച്ചിൽ കണ്ട് മനസ്സലിയാൻ ഞാൻ നിന്റെ മറ്റവനല്ല. നീ വെറുമൊരു കരു മാത്രമാണെന്ന് എനിക്കറിയാം. ആരുടെയോ കയ്യിലെ കളിപ്പാവ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്ക് പല വഴികളും അറിയാം. നിന്റെ അമ്മ അവരിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? അമ്മയുടെ പേര് കേട്ടതും മായ ഞെട്ടിത്തെറിച്ച് തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥയും ഭയവും ഒപ്പം ഒരു വേദനയും കലർന്നിരുന്നു. അമ്മേ ഒന്നും ചെയ്യരുത് സാർ, പ്ലീസ്. അവൾ കൈകൾ കൂപ്പി അവൻ്റെ മുന്നിൽ കരഞ്ഞു. എങ്കിൽ പറ. സിദ്ധാർത്ഥൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുഖമുയർത്തി. നിന്റെ ഈ അഭിനയം എത്ര നേരം തുടരും? ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ക്യാമറകൾ അവിടെ എത്തിയത് എങ്ങനെയാണ്? പോലീസ് അവിടെ കൃത്യസമയത്ത് എത്തിയത് എങ്ങനെയാണ്? എല്ലാം പ്ലാൻ ചെയ്തതല്ലേ? എൻ്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ നീ എത്ര രൂപയാണ് വാങ്ങിയത്? നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ അമ്മയെ ആരും കാണില്ല. ഈ ലോകത്ത് നീ ഒറ്റയ്ക്കാകും. നിന്നെ സംരക്ഷിക്കാൻ ആരും വരില്ല. സിദ്ധാർത്ഥൻ്റെ ശത്രുത എന്താണെന്ന് നീ അപ്പോൾ അറിയും. മായയുടെ നാവ് മരവിച്ചു പോയി. സത്യം പറയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ അവൾ പറയുന്ന സത്യം സിദ്ധാർത്ഥൻ വിശ്വസിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അവളുടെ വയറ്റിൽ ഒരു തരി ആഹാരം പോലും ചെന്നിട്ടില്ല. ഗസ്റ്റ് ഹൗസിലെ ആ രാത്രിക്ക് മുൻപ് തുടങ്ങിയതാണ് അവളുടെ പട്ടിണി. പേടിയും മാനസിക സംഘർഷവും വിശപ്പിനെ മറച്ചു പിടിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ശരീരം തളർന്നു തുടങ്ങിയിരിക്കുന്നു. തല കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥന്റെ ചോദ്യങ്ങൾ അവളുടെ കാതുകളിൽ അവ്യക്തമായി മുഴങ്ങി. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പടർന്നു. നിൽക്കാൻ ശേഷിയില്ലാതെ അവൾ മുന്നിലേക്ക് ചെരിഞ്ഞു വീഴാൻ പോയപ്പോൾ അറിയാതെ അവളുടെ കൈകൾ സിദ്ധാർത്ഥന്റെ തോളിൽ അമർന്നു. തൻ്റെ ശരീരത്തിനൊരു താങ്ങായി അവൾ അവനെ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ നിമിഷം സിദ്ധാർത്ഥന്റെ മുഖത്ത് കണ്ടത് അതിഭീകരമായൊരു വെറുപ്പായിരുന്നു. അവൻ ആഞ്ഞൊരു തള്ളലിലൂടെ അവളെ ദൂരേക്ക് മാറ്റി. മായ തറയിലെ ചില്ല കഷ്ണങ്ങൾക്കിടയിലേക്ക് തെറിച്ചു വീണു. ചീ പഴച്ചവളെ, തൊട്ടുപോകരുത്! അവൻ ദേഷ്യത്തോടെ അലറി. നിന്നെപ്പോലെയുള്ളവളുമാർ എൻ്റെ ശരീരത്തിൽ മുട്ടുന്നത് പോലും എനിക്ക് അറപ്പാണ്. ഈ ബോധക്കേട് അഭിനയിച്ച് എൻ്റെ അടുത്ത് വരണ്ട. മായ തറയിൽ വീണ് കിടന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി. അവളുടെ കൈകളിൽ ചില്ല് തറച്ച് ചോര പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥൻ അതൊന്നും കണ്ടില്ല. അവൾ ഒരു വേശ്യയുടെ മകളാണെന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു മതിലായി നിന്നു. അവൻ അവളെ പുച്ഛത്തോടെ നോക്കി. തൻ്റെ ഷർട്ടൊന്ന് കുടഞ്ഞു. സത്യം പറയാതെ ഈ മുറിയിൽ നിന്നും നിനക്ക് മോചനമില്ല. നീ എത്ര നേരം പട്ടിണി കിടന്നാലും ബോധം കെട്ട് വീണാലും എനിക്കൊരു ചുക്കുമില്ല. നീ ഈ രാത്രിയിൽ അനുഭവിക്കുന്നത് നീ അർഹിക്കുന്നതാണ്. അവൻ വീണ്ടും കട്ടിലേക്ക് പോയി കിടന്നു. മായ ആ ഇരുട്ടിൻ്റെ വേദനയും വിശപ്പും കൊണ്ട് തളർന്ന് തറയിൽ ഒരു ഇല പോലെ വിറച്ചു കിടന്നു. പുറത്ത് മഴ അപ്പോഴും ശമനമില്ലാതെ പെയ്യുന്നുണ്ടായിരുന്നു. ആ തറവാട്ടിൻ്റെ തണുപ്പിനേക്കാൾ വലിയൊരു തണുപ്പ് തൻ്റെ ഉള്ളിലേക്ക് പടരുന്നത് മായ അറിഞ്ഞു. മരണത്തിൻ്റെ തണുപ്പ്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.